ഹ്യൂമൻ സൈക്കോളജി അതിൽ സ്ത്രീകളുടെ സൈക്കോളജി വ്യത്യസ്തമാണ്, പുരുഷൻ്റേത് മറ്റൊരു വ്യത്യസ്തമാണ്. ഇമോഷണൽ സപ്പോർട്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് തൻ്റെ ഭർത്താവിൽ നിന്ന്, തൻ്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാണിനെ സംബന്ധിച്ച് ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഒരു അനുസരണയുമാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. പരസ്പരം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ദാമ്പത്യ ജീവിതം തകരാൻ വേറെ എവിടേക്കും പോകേണ്ടതില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ രണ്ടും പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബജീവിതം അവർക്കുണ്ടാവൂ എന്നുള്ളതാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ ഒരാണിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട പരിഗണന എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതികളാണ് കൂടാറുള്ളത്. മറിച്ച് ഒരു സ്ത്രീ സംബന്ധിച്ച് ഇതേ അവസരത്തിൽ അവർ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും അവർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ പോലും എന്ന് പറഞ്ഞൊന്ന് കേട്ടാൽ പോലും മതി. പക്ഷേ പലപ്പോഴും അതിന് പോലും സമയം ഭർത്താക്കന്മാർ കണ്ടെത്താറില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. അപ്പോൾ ഇവിടെ ഇമോഷണൽ സപ്പോർട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനും അതൊന്ന് മനസ്സിരുത്തി കേട്ടുകൊണ്ട് അതിന് വേണ്ട റിപ്ലൈ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അത് അവർക്കൊരു വലിയ അംഗീകാരമായിട്ടും അവരോടുള്ള നമ്മുടെ സ്നേഹമായിട്ടാണ് അവർ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് സാരമില്ല എന്നൊരു വാക്കുമായി ഒന്ന് തലോടിയാൽ വലിയ പ്രശ്നങ്ങൾ പോലും മഞ്ഞ് പോലെ ഉരുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർക്ക് വലിയ ഭാരമായിട്ടായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ ഇതൊക്കെ സാരമില്ല, അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ വരുന്ന ചില സംഭവങ്ങളല്ലേ ഉള്ളൂ, ഇത്ര മാത്രമല്ല സംഭവിച്ചിട്ടുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ആശ്വാസത്തിൻ്റെ വാക്ക് മാത്രം മതിയാവും ആ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവനും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു ദാമ്പത്യ ജീവിതം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതില്ലാതിരിക്കാനുള്ള പലപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് റിയൽ സോഴ്സിൽ നിന്ന് കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ അവിടെയാണ് പ്രസക്തമാവുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. തൻ്റെ ഇണക്ക് തൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ പ്രഥമ പരിഗണന ഞാൻ കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ, ഇത് ആണായാലും പെണ്ണായാലും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ദാമ്പത്യ ശൈഥല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നല്ല ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നൽകാൻ ഒരു പരിധിവരെ നമ്മുടെ പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബ ശൈഥല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും.